ഹലോ ഹായ് നമസ്കാരം. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി കേട്ടോ. 2 ചക്ക ഉണ്ടായി. ഡ്രമ്മിലാണ് വെച്ചേക്കണേ. ഒരു 1.5 വർഷം പഴക്കമുള്ള പ്ലാവാണ്. ഇതിന് നമ്മൾ ഈ ഉമ്മി പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഈ ടെറസിൻ്റെ മുകളിൽ കനം കുറയാൻ വേണ്ടി നമ്മൾ ഉമ്മി പോലുള്ള മണ്ണുകൂടി കൂടി മിക്സ് ചെയ്ത് നിറയ്ക്കും. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് വേനൽക്കാലമാകുമ്പോൾ ചൂട് ഒരുപാടാവുകയും വെള്ളം ഇല്ലാതാവുകയും പ്ലാവ് വാടിപ്പോകാനും സാധ്യതയുണ്ട് കേട്ടോ. ഇതുണ്ടോ, വെള്ളമില്ലാതെ വന്നുകൊണ്ട് 2 നേരം നനയ്ക്കാമെങ്കിൽ കുഴപ്പമില്ല. നല്ല വളമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. പക്ഷേ ഇതിന് ഉള്ള കുഴപ്പം ഈ ചവറൊക്കെ ഇട്ട് കഴിയുമ്പോൾ വെള്ളം നിൽക്കില്ല. മണ്ണില്ലാതെ വരുമ്പോൾ മണ്ണാണെങ്കിൽ വെള്ളം നിൽക്കും. ഒരു ദിവസം നനച്ചാൽ പിറ്റേന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും നനച്ചാൽ മതി. ഒരു ദിവസം ഒരു പ്രാവശ്യം നനച്ചാൽ മതി. പക്ഷെ മണ്ണല്ലാതെ ആവുമ്പോൾ 2 പ്രാവശ്യം നനയ്ക്കേണ്ടി വരും നമ്മൾ, രാവിലെയും വൈകിട്ടും. അങ്ങനെ ഒരു ദിവസം രാവിലെ നനയ്ക്കാതായിട്ട് വൈകിട്ട് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത്. പിന്നെ നനച്ചു, പക്ഷേ വാടിപ്പോയ ഇലകളെല്ലാം ഇങ്ങനെ പഴുത്തുപോയി. ചക്ക രണ്ടെണ്ണം 3 ഉണ്ടായി. 2 ചാടിപ്പോയിരുന്നു, ഒരെണ്ണം കിട്ടി. ഇത് വാടിയതുകൊണ്ട് ചാടിപ്പോയതല്ല കേട്ടോ, അതിന് മുമ്പ് ചാടിപ്പോയിരുന്നു. മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ ചാടിപ്പോയി. അതുകൊണ്ട് ഉമ്മി ഒട്ടൊക്കെ ഇത് ഫില്ല് ചെയ്യുന്നവർ രാവിലെ വൈകിട്ടും നനയ്ക്കാമെങ്കിൽ മാത്രം ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ വയ്ക്കണവർ, നിലത്ത് വയ്ക്കണവർക്ക് പ്രശ്നമല്ല, ഡ്രമ്മിൽ വയ്ക്കണവർ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് VNR പേര. ഈ VNR ഞാൻ എയർ ലെയർ ചെയ്താണ് കേട്ടോ. നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ആവാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ ഇതിന് വളർച്ച കുറവ് കാണിക്കുന്നുണ്ട് പേരയ്ക്ക്. അതാണ് ഞാനിപ്പോൾ ഇത് ലെയർ ചെയ്യാനുള്ള കാരണം. ഇത് ഒരുപാട് ചെറിയ തയ്യാണ്, പക്ഷേ ഇതിന് ഒരു വളർച്ച കാണുന്നില്ല. വളത്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് കാരണം അതിന് ലെയർ ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ കടയ്ക്ക് എന്തെങ്കിലും വേര് പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. സാപ്പൊക്കെ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ അതുവാണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ആ തൈ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് ലെയർ ചെയ്തെടുത്താൽ. പേരയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇത് ചാടി പോകുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, ചാടി പോകുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇതൊക്കെ എല്ലായിട്ടും നിൽക്കണേ. അതുപോലെ ഇതൊരു മാവ്, ഇത് കോട്ടപ്പറമ്പനാണ്. ഇത് ഒരു പ്രാവശ്യം പൂത്തിട്ട് അതിവിടെ പൂത്തിരുന്നേ, മൊത്തം ചാടിപ്പോയി. ചാടിപ്പോയി ഞാൻ പറിച്ചു കളയുകയും ചെയ്തു. അത് കായ പിടിപ്പിക്കാനും നിർത്തിയില്ല. ചെറിയ തയ്യ കണ്ടോ. പക്ഷേ ഇതിനൊരു വളർച്ച കാണില്ല. ഇതിൻ്റെ ഇല കണ്ടോ, ഇങ്ങനെ മുരടിച്ച് നിൽക്കുക. ഇത് ഞാനൊരു വ്യക്തിയുടെ നിന്ന് വാങ്ങിച്ചാൽ അയാൾ ഉറപ്പുള്ളതുകൊണ്ട് തന്നാണ്. പക്ഷേ ഇത് കണ്ടോ, വളർച്ചയില്ലാതെ ഇങ്ങനെ മുരടിച്ച് നിൽക്കും. ഇതിൻ്റെയൊക്കെ ചോട്ടിൽ ഞാൻ ഇടയ്ക്ക് സാപ്പ് ഒഴിക്കാറുണ്ട്. സാപ്പ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം, കയറി വരാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നറിയില്ല. ഇത് വീഗ്രാഫ്റ്റ് ചെയ്തത് വാങ്ങിയതാണ്, പക്ഷെ ഇതൊരു വളർച്ച കാണുന്നില്ല. ഉണ്ടോ, ഇത് ഇല ഒരു സുഖമല്ല നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് പിങ് പോങ് ലോങ്ങനാണ്. ഇത് അത്യാവശ്യം കായ പിടിക്കണം കേട്ടോ. ബക്കറ്റിൽ തന്നെ ഇരിക്കണേ. ഇത്രയായിട്ടുണ്ട്. 1-2 പ്രാവശ്യമായിട്ട് ഇതിൽ കായ ഉണ്ടായിരുന്നു. ഞാൻ പറിച്ചതാണ്. നല്ലതാട്ടോ, നല്ല മധുരമുണ്ട്. വലിയ മക്ക് ചുവയൊന്നും ഇല്ലാത്തൊരു ലോങ്ങൻ. എല്ലാവരും മക്ക് ചുവ പലതിനും ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ എനിക്കതങ്ങനെ ഫീൽ ചെയ്തില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. അത്യാവശ്യമുണ്ട്, 10-20 ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിങ്ങനെ വളഞ്ഞ് നിൽക്കുള്ളൂ. പിന്നെ ഈ കൊമ്പ് ഇങ്ങനെ താഴേക്ക് തൂങ്ങി വരും. ഇത് രണ്ടും ഇതിനുള്ളൊരു പ്രശ്നം. പിംപോങ്, റൂബി ലോങ്ങനാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം പൂത്തോളൂ, കായ ഉണ്ടായിട്ടുള്ളൂ.
പിന്നീട് ഇത് ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. കൂമ്പ് മഞ്ഞില്ല, ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. കുറേ ആയി ഇത് കായ ഉണ്ടായിട്ട്. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ ഇത് രണ്ടാമത് പിന്നെയും പൂത്ത് കായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതിനൊരു കൂമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലക്കൊക്കെ നല്ല കളറാട്ടോ, അടിപൊളി കളറാണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ നല്ല കളറായിട്ട് നല്ല ഭംഗിയായിരുന്നു.